അടിപൊളി ബീഫ് കൂർക്കയും വെച്ചാലോ. അപ്പോൾ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ട് 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് നന്നായി വഴറ്റിയെടുക്കാം. വഴറ്റി ഇതൊന്ന് കോരി മാറ്റാം. എന്നിട്ട് കുക്കറിൽ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ട് ഒരു 2 സവാള നമുക്ക് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കാം. എന്നിട്ട് 2 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇത്ര പോന്ന കഷ്ണം ഇഞ്ചിയും പിന്നെ ഒരു അരത്തോടം വെളുത്തുള്ളിയും 1 ടീസ്പൂൺ കുരുമുളകും 1 ടീസ്പൂൺ പെരിഞ്ചീരകം 4 പച്ചമുളകും ചതച്ചെടുത്തത് കൂടി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ഗരം മസാലയും പാകത്തിന് ഉപ്പ് 2 തക്കാളി ഇട്ടിട്ട് ഒന്നുകൂടി മൂപ്പിച്ചെടുക്കാം. എന്നിട്ട് നമ്മൾ മൂപ്പിച്ചെടുത്ത പൊടികൾ ഇതിൽ ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഇളക്കി 1/2 കിലോ ബീഫ് കൂടി ചേർത്തെടുത്ത് നന്നായി ഇളക്കി 5-6 വിസിലടിപ്പിച്ചെടുക്കുക. 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് കേട്ടോ. ഇതൊന്ന് വെന്ത് വരുമ്പോൾ നമുക്കിതിൻ്റെ മേലെ കൂർക്ക വൃത്തിയാക്കിയത് ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണ്ട. മേലെ ഒന്ന് ഇങ്ങനെ ഇതുപോലെ ഇട്ടിട്ട് അടച്ചു വെച്ച് 2 വിസിലടുപ്പിച്ചെടുക്കാം. അപ്പോൾ അടിപൊളി കൂർക്കയും ബീഫുമാണ്. കഴിച്ചു നോക്കണേ.